ഹലോ, സിന്ധൂസ് വേൾഡിലേക്ക് സ്വാഗതം. റവയും ക്യാരറ്റും കൊണ്ട് നമുക്കൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയാലോ? കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. 2 ക്യാരറ്റ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് പാൻ ചൂടായതിനു ശേഷം ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലേശം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. പരുവത്തിലാകുമ്പോഴേക്കും നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. സമയം കൊണ്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, ഉണക്കമുന്തിരി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കുക. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ആവി കയറി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ട് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ച് കഴിയുമ്പോൾ വേറൊരു ബൗളിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈവിടാതെ, അല്ലെങ്കിൽ അരിപ്പൊടി അടിക്ക് പിടിക്കും. ഇപ്പൊ പാല് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നേരത്തെ ആവി കയറ്റി വെച്ചിരുന്ന ക്യാരറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി സാവധാനം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് ബോൾസും റവയും കൊണ്ടുള്ള വിഭവം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൂടുതലായി ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.